ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായി ചെയ്തെടുക്കുന്ന ഒരു തക്കാളി കറിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ വളരെ സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള 2 സവോള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, നിങ്ങളുടെ കയ്യിലുള്ള മുളകിന് എരിവ് കുറവാണെങ്കിൽ 6-7 ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ളത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സവോളേനെ നമുക്കിങ്ങനെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ മോൾ വശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഒരുപാട് അങ്ങ് കുഞ്ഞായിട്ടും ഫുൾ ലെങ്ത്തിലും അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിൽ മതിയാവും കേട്ടോ. ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമുക്കെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. സവോള അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തക്കാളിയും കൂടി അരിഞ്ഞു കൊടുക്കാം. അതും ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ തീരെ കുഞ്ഞായിട്ട് അരിയേണ്ട, നമുക്ക് നേരത്തെ സവോള അരിഞ്ഞ പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ശേഷം നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും കൂടി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെക്കാം. ഇനി അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചെരുകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങ ചെരുകിയതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. എൻ്റെ കയ്യിലുള്ളത് അത്ര പുളിയുള്ള തൈരല്ല കേട്ടോ. അപ്പോൾ ഈ തൈരിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, അതായത് ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. അടുത്തതായി ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതിയാവും. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമ്മളുടെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാടൊന്നും വഴറ്റണ്ട, ആ ഒരു ക്രിസ്പിനെസ് പോവാതെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏകദേശം സവോള ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ചേർത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം, നോർമൽ വാട്ടറാണ് കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണേ. ഇപ്പം നമ്മളിവിടെ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ്സിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് ആ ഉപ്പൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റ് വറ്റി കറക്റ്റ് പരുവത്തിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, തൈര്, തേങ്ങ, അതുപോലെ ജീരകമൊക്കെ ചേർത്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ള കറിയല്ല, ഒരു അല്പം തിക്നെസ്സോട് കൂടിയിട്ടാണ് ഈ കറി ഉള്ളത്. അതാണ് ഇതിനൊരു ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടെ ആ മിക്സിയുടെ ജാറിൽ ഒരു അല്പം വെള്ളം കഴുകി ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുളി കൂടുതലുള്ള തൈരാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ഞാൻ ഉപയോഗിച്ച തൈരിന് ഒരുപാട് പുളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കരുത്. ഒന്ന് ജസ്റ്റ് ആ ഒരു പത വരുന്ന സമയത്ത് നമുക്കതങ്ങ് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറവിട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഈ കറിയിലേക്ക് വറവിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ 4 വറ്റൽമുളകും അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് പൊടി ചേർക്കുന്നത്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത്
ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.